രാഹുൽ മാങ്കൂട്ടം ജയിൽ മോചിതനാകുമ്പോൾ വേജ അതിജീവിതമാരെല്ലാം അകത്തളങ്ങളിൽ ഒളിക്കേണ്ട അവസ്ഥയാണ്. നാണക്കേടുകൊണ്ടേ. കോടതി കണക്കിന് കൊടുക്കുമ്പോൾ അറസ്റ്റ് ചെയ്ത പോലീസ് ഓഫീസർമാർക്കും ഇച്ചിരി ചളുക്കു വീണിട്ടുണ്ട്. മാനദണ്ഡം പാലിക്കാതെയാണ് അദ്ദേഹത്തെ അറസ്റ്റു ചെയ്തതെന്ന് കോടതി പറയുമ്പോൾ അദ്ദേഹം ഒരു MLA ആണ് എന്നത് പ്രത്യേകം അടിവരയിട്ട് പറയണം. കൂടാതെ അറസ്റ്റ് ചെയ്തത് ബാലചന്ദ്രമേനോൻ സിനിമയിലെ പഴയ കുട്ടൻപിള്ള മാതിരി പോലീസൊന്നുമല്ല, നല്ല ഒന്നാന്തരം ഓഫീസർമാരായിരുന്നു എന്നുകൂടി ഓർക്കണം. എന്നിട്ടും മാനദണ്ഡം പാലിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? സാരമില്ല, ഇതൊക്കെ ഓരോ അനുഭവ പാഠങ്ങളല്ലേ. കൂടാതെ അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത ചിലതൊക്കെ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ ശിക്ഷയായി കൂട്ടിയാൽ മതി. പക്ഷേ നമുക്ക് ആരോടെങ്കിലും ശത്രുത തോന്നിയാൽ അയാളെ തകർക്കാൻ മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന ആ തോന്നലുണ്ടല്ലോ, അതാണ് പ്രശ്നം. ഒരേ തിരക്കഥയിലും സംഭാഷണത്തിലും തയ്യാറാക്കിയ 3 കേസുകൾ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നിലംപരിശായി. ഇനിയും വരുമോ എന്തോ ഇതുപോലുള്ള അവതാരങ്ങൾ? യഥാർത്ഥ അതിജീവിതന്മാരുടെ പേര് കളയിക്കാൻ വേണ്ടി